രണ്ട് പേനയ്ക്കും 3 നോട്ട് ബുക്കിനും കൂടി 40 രൂപ. 2 പേനയ്ക്കും 5 നോട്ട് ബുക്കിനുമാണെങ്കിൽ 60 രൂപ. ഒരു പേനയുടെ വിലയെന്ത്? ഒരു നോട്ട് ബുക്കിൻ്റെ വിലയെന്ത്? നമുക്ക് തന്നിട്ടുണ്ട് 2 പേനയ്ക്കും 2 പേനയ്ക്കും 3 നോട്ട് ബുക്കിന് 3 ബുക്ക് നോട്ട് ബുക്കിനും കൂടി 40 രൂപ. 2 പേനയ്ക്കും 5 നോട്ട് ബുക്കിനും കൂടി ആണെങ്കിൽ 60 രൂപ. അപ്പോൾ ഒരു പേനയുടെ വില എന്ത്? ഒരു നോട്ട് ബുക്കിൻ്റെ വില എന്ത് എന്നാണ് ചോദ്യം. ഇതിനെ സമവാക്യം 1 സമവാക്യം 2 എന്നെടുത്താൽ രണ്ടാമത്തെ സമവാക്യത്തിൽ നിന്ന് ഒന്നാമത്തെ സമവാക്യം കുറച്ചാൽ ഏതെങ്കിലും ഒന്നിൻ്റെ വില കിട്ടും. നോക്കാം. രണ്ടാമത്തെ സമവാക്യം അപ്പോൾ ഇതൊന്ന് 1 കുറയ്ക്കുക. അപ്പോൾ അത് ആദ്യം എഴുതാം. 2 പേനയ്ക്കും 5 നോട്ട് ബുക്കിനും 60 രൂപ. അതൊന്ന് മൈനസ് ചെയ്യണം. 2 പേനയ്ക്കും 3 നോട്ട് ബുക്കിനും 40 രൂപ. കുറച്ച് നോക്കാം. 2 പിന്ന് 2 പി കുറച്ചാൽ 0. 5 ബിയിൽ നിന്ന് 3 ബി കുറച്ചാൽ 2 ബി. 60 നിന്ന് 40 കുറച്ചാൽ 0. 6 4 പോയ 2. ഇപ്പം 2 ബി 20. ഇപ്പം ബി സമം 20/2 സമം 10 രൂപ. ബി എന്നുള്ളത് എന്താണ്? ബുക്കാണ് അല്ലേ? നോട്ട് ബുക്ക്. അപ്പോൾ ഒരു നോട്ട് ബുക്കിൻ്റെ വില എത്ര കിട്ടി? 10 രൂപ. നോട്ട് ബുക്കിൻ്റെ വില സമം 10 രൂപ എന്ന് കിട്ടി. ഇനി ഏതിൻ്റെ വിലയും കൂടി കാണണം? പേനയുടെ വില. 2 പേനയ്ക്കും 3 നോട്ട് ബുക്കിനും 40 രൂപ. 2 പേനയ്ക്കും 3 നോട്ട് ബുക്കിന്, ഒരു നോട്ട് ബുക്കിന് 10 രൂപ. 40 രൂപയാണ് രണ്ടിനും കൂടി. അപ്പോൾ ഇതിന്ന് 2 പി കാണാം. 2 പി സമം 40 ഇവിടെ ഉണ്ട്. 3 × 10 30. അതിവിടെ പ്ലസ് 30 അപ്പോൾ ഇവിടെ മൈനസ് 30. 2 പി സമം 40 നിന്ന് 30 പോയാൽ 10. 2 പി ആണ് 10. അപ്പോൾ 1 പി സമം 10/2 സമം 5. 5 രൂപയാണ് ഒരു പേനയുടെ വില. പേനയുടെ വില 5 രൂപ. പേനയുടെ വില 5 രൂപ. നോട്ട് ബുക്കിൻ്റെ വില 10 രൂപ. പേനയുടെ വില 5 രൂപ.